മാർഗംകളി. ആ മാർഗംകളിയിലെ കുറച്ച് അമ്മച്ചിമാരാണ് നമ്മുടെ കൂടെ ഉള്ളത്. പിന്നെ മാർഗംകളിയുടെ വേഷമിട്ട നമ്മുടെ കൊച്ചു പിള്ളേരാണ് നമ്മുടെ കൂടെ ഉള്ളത്. നോക്കട്ടെ, എങ്ങനെയായിരുന്നു ഇന്നത്തെ പരിപാടി? നിങ്ങളിപ്പോ ഏത് രൂപതയെന്നാണ് വരുന്നത്? കോഴിക്കോട് രൂപത. ഓക്കെ, കോഴിക്കോട് രൂപതയിലെ എല്ലാവരും ഒരേ പള്ളിയിൽ നിന്നാണോ വരുന്നത്? ഏത് പള്ളിയാണ്? സെന്റ് ജോസഫ്. ഓക്കെ, എങ്ങനെയായിരുന്നു നിങ്ങളുടെ ഈ പ്രാക്ടീസ് ഒക്കെ എങ്ങനെയാ നടന്നത്? കുറെ കാലമായി ഞങ്ങള് ഹാർഡ് വർക്ക് ചെയ്യുന്നു. ഇന്നൊരു ആൻസർ കിട്ടി. അതിന് ഒരു മാർഗമില്ലാതെ കളിച്ചതാണോ ഈ മാർഗംകളി? ഞങ്ങൾക്കൊക്കെ ഓരോ മാർഗം ഉണ്ടായിരുന്നു. ആ നിൽക്കുന്ന ആള് ഒരു മാർഗവും ഇല്ലാണ്ട് കളിച്ചാണ്. എങ്ങനെയാണ് ആ മാർഗമില്ലാത്ത കളി മാർഗംകളി പറയാ? എങ്ങനെയോ പെട്ടുപോയത്. പിന്നെ ഞങ്ങൾ സൂപ്പറാക്കി. എത്ര നാളായി നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നേ? അത് ഓണത്തിന്റെ മുന്നേ നമ്മൾ തുടങ്ങിയ പ്രാക്ടീസ് ആണ്. ആ പ്രാക്ടീസിന് ഞങ്ങൾക്ക് ഇപ്പം ഒരു ഉത്തരം കിട്ടി. മാർഗംകളിക്ക് എങ്ങനെയാ മാർഗം കളി എന്ന് പേര് വന്ന ഏകദേശം ഒന്ന് പറയാമോ? മാർഗം എന്ന് പറയുന്നത് എന്താണ്? മറ്റേ യേശുക്രിസ്തുവിന്റെ ഒരു വഴിയിലൂടെ സഞ്ചരിക്കുക. അപ്പൊ മാർഗം എന്ന് പറയുന്ന മോക്ഷത്തിന്റെ മാർഗം, ആ മാർഗത്തെ കുറിച്ച് പറയുന്ന കളിയാണല്ലേ. അപ്പൊ നിങ്ങളുടെ മാർഗം കളിയിൽ നിങ്ങളുടെ പറയുന്ന ആ വാക്കുകള് അത് ആരെ കുറിച്ചാണ്, എന്തിനെ കുറിച്ചാണ് പറയുന്നോണ്ടിരിക്കുന്നത്? തോമസ് ലിഹേനെ പറ്റിയിട്ട്. അപ്പൊ എല്ലാവർക്കും സന്തോഷായില്ലേ? ഓക്കെ, അപ്പോ ഇനിയും ഈശോയെ കുറിച്ച്, ആ മോക്ഷത്തിന്റെ മാർഗത്തെ കുറിച്ച് ഇനിയും അനേകർക്ക് സാക്ഷ്യം വഹിക്കാനായിട്ട് നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അപ്പൊ ഒന്നും കൂടെ കോഴിക്കോടിന്റെ ശബ്ദം ഒന്ന് കേൾപ്പിച്ചു കൊടുക്കാം നമുക്ക്. 2 സ്റ്റെപ്പ് ഇട്ടിട്ട് നടക്കട്ടെ. കൂടണോ? നോക്കാം. നിന്നവർ കേട്ടും നീക്കി ഓക്കെ, അപ്പൊ ഒത്തിരി നന്ദി നമ്മുടെ കൂടെ കൂടിയതിന്. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഇനിയും അനേകർക്ക് നിങ്ങളെ സാക്ഷ്യമായി മാറട്ടെ.